യെസ്, മന്ത്രിക്കെതിരായ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഹിളാ മോർച്ച CP ജോണിനെതിരെ അദ്ദേഹത്തിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടത്തുന്നു. പ്രതിഷേധം നടക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വലിയ പ്രതിഷേധമാണല്ലോ നടക്കുന്നത്. ഇതിപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നു. എന്നിട്ടും ഇതിൽ വലിയ പ്രതിഷേധം. CPM-ന് പിന്നാലെ ഇപ്പോൾ BJP-യും അനുബന്ധ സംഘടനകളും ഒക്കെ പ്രതിഷേധം ഉയർത്തുകയാണോ? തീർച്ചയായിട്ടും മനു, UDF-ന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളത്. മുഴുവൻ KSRTC ബസ്സുകളിലും യാത്ര നൽകുമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും അത് പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. പക്ഷേ ഓർഡിനറി ബസ്സുകൾ അത് സൗജന്യ യാത്രയ്ക്കുള്ള തീരുമാനം വന്നപ്പോൾ വലിയ കയ്യടി VD സതീശൻ അതുപോലെ സർക്കാരിനും ലഭിച്ചതാണ്. ആ പദ്ധതിയാണ് ഇന്ന് മന്ത്രി തന്നെ, ആ വകുപ്പിന്റെ ചുമതലയുള്ള ഗതാഗത മന്ത്രി തന്നെ തള്ളിപ്പറയുന്ന സമാനമായ പ്രതികരണം നടത്തി. മാത്രമല്ല, സ്ത്രീകളെ വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്തു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന, സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്ന ആളുകളെയും വലിയ അവഹേളിക്കുന്ന തരത്തിലാണ് ഇന്ന് മന്ത്രി CP ജോണിന്റെ പ്രസ്താവന ഉണ്ടായത്. അദ്ദേഹം പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉണ്ടാവുകയാണ്. CPM നേതാക്കൾ രാവിലെ തന്നെ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതുപോലെ തന്നെ CP നേതൃത്വമൊക്കെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോൾ മഹിളാ മോർച്ചയാണ് CP ജോണിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. തലസ്ഥാന നഗരസഭയിലെ കൗൺസിലർമാർ അടക്കമുള്ളവർ ഈ മാർച്ചിനെ നേതൃത്വം വലിയ പ്രതിഷേധമാണ് CP ജോണിനെതിരെ ഉയരുന്നത്. അവർ മന്ത്രിയുടെ കോലവുമായാണ് പ്രകടനം നടത്തുന്നത്. മന്ത്രിയുടെ കോലം കത്തിക്കാനാണ് തീരുമാനം. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച മന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയണമെന്ന ആവശ്യം അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. വലിയ രാഷ്ട്രീയ വിഷയമായത് മാറിക്കഴിഞ്ഞു. കാരണം സ്ത്രീകൾ ആരും ചോദിച്ചിട്ടല്ല സർക്കാർ UDF അത്തരമൊരു വാഗ്ദാനം നൽകിയത്. അല്ലാതെ തന്നെ വാഗ്ദാനം നൽകുകയും അത് നൽകിയ ശേഷം അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവരെ അവഹേളിക്കുന്നതിന്റെ പ്രസ്താവനയുമായി മന്ത്രിസഭയിലെ പ്രധാനി, ആ വകുപ്പിന്റെ തലവൻ തന്നെ, KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത വകുപ്പിന്റെ തലവൻ തന്നെ രംഗത്ത് വരുന്നത് അങ്ങേയറ്റം അവഹേളനപരമാണ് സ്ത്രീകൾക്ക് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. സംഘടനാ ഭേദമില്ലാതെ എല്ലാ നേതാക്കളും അത് വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് KPC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും, മഹിളാ കോൺഗ്രസിന്റെ മുൻ നേതാവ് കൂടിയ KPC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും അല്പസമയം മുമ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പായി വരുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ അവകാശമാണ്, UDF നൽകിയ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന പ്രതികരണമാണ് KPC ജനറൽ സെക്രട്ടറി നടത്തിയിരുന്നത്. അത്തരത്തിൽ നേതാക്കൾ കോൺഗ്രസ് പോലും ഇപ്പോൾ CP ജോണിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും CP ജോൺ ഗതാഗത മന്ത്രി തന്നെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാവുന്ന ഈ പദ്ധതിയെ സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കി ആദ്യ മന്ത്രിസഭയിൽ തീരുമാനമെടുത്തതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ. പിന്നീട് സർക്കാർ ഒരു സമിതിയെ വയ്ക്കുന്നു. ആ സമിതി പഠിച്ച് ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം നടപ്പാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ അതിനെതിരെ ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ രംഗത്ത് വരുന്നത് സ്ത്രീകളെ അപമാനിക്കുന്നത് പ്രസ്താവന നടത്തുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം ഉയരുന്നത്. CP ജോൺ മാറ്റിപ്പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അതിന്റെ പ്രതികരണം വളരെ കൃത്യമായിരുന്നു. സ്ത്രീകൾക്കെതിരെ കൃത്യമായ അധിക്ഷേപമാണ് മന്ത്രി നടത്തിയത്. അതിനാണ് ഇത്രയധികം പ്രതിഷേധം ഉയരുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നു. CPM-ഉം BJP-യും ആ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഇപ്പോൾ മന്ത്രിയുടെ വസതിയിലേക്കാണ് മഹിളാ മോർച്ചയുടെ മാർച്ച്. അവർ മന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം മുഴക്കുന്നു. അല്പസമയത്തിനകം
CP ജോണിന്റെ കോലം പ്രവർത്തകർ കത്തിക്കും. വലിയ പോലീസ് സന്നാഹം ഈ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുണ്ട്. മാർച്ച് തടയാനായി ഉണ്ട്. ശക്തമായ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. ഇത് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി കൂടി മാറുകയാണ് മന്ത്രിയുടെ പ്രസ്താവന. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇടപെട്ട് ഇതിലൊരു തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിനെതിരെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനകം പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരിടുന്നപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തു. അതിനുശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒന്നൊന്നായി KN ബാലഗോപാലും P രാജീവും VP ജയരാജനും അതുപോലെ തന്നെ CS സുജാത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വന്നു. ഇപ്പോൾ BJP നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ മഹിളാ മോർച്ച നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. DYFI അടക്കമുള്ള സംഘടനകൾ, യുവജന സംഘടനകൾ ഇതിനകം പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പ്രതിഷേധ നിലപാടുകൾ അറിയിക്കുകയാണ്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം CP ജോണിനെതിരെ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന്റെ തുടക്കമായി ഇതിനെ കാണണം. അദ്ദേഹം നിലപാട് തിരുത്തിയെങ്കിലും താൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് തിരുത്താനുള്ള ഒരു സന്നദ്ധത അറിയിച്ചത്. അല്ലെങ്കിൽ അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നാളെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തിന് കൂടി നിലപാട് പറയേണ്ടി വരും. ഹെലികോപ്റ്റർ യാത്ര നടത്തി മുഖ്യമന്ത്രി ആരെയാണ് കാണാൻ പോകുന്നത് വ്യക്തമാക്കണമെന്ന് KN ബാലഗോപാൽ. ഈ വിവാദം വിടുന്നില്ല CPM. കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പുറത്തു പറഞ്ഞാൽ അപകടമുണ്ടാക്കുന്ന നിക്ഷേപകനെയാണോ മുഖ്യമന്ത്രി കാണാൻ പോയത്? ഗൂഢാലോചന നടത്തിയാണോ നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും ബാലഗോപാൽ ചോദിക്കുന്നു. അതേസമയം ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുവെന്ന് P രാജീവും ആരോപിക്കുന്നുണ്ട്. കാരണം വ്യവസായ മന്ത്രിയെ കൂട്ടി പോയി കാണാൻ മേലായിരുന്നു, എന്തിനാണ് രഹസ്യ നീക്കം നടത്തിയത് എന്നതുകൂടിയാണ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.